റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ക്യൂബ് പോലെയാണ്, അവരൊരു റിജിഡ് ആയിട്ടുള്ളൊരു പെട്ടിയാണ്. ആൻഡ് റിലീജിയസ് അല്ലാത്ത ആൾക്കാർ കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബ്ലോബ് പോലെയാണ്. ഓക്കെ, ഇതെപ്പോഴും ഞാനിതിന് ഇങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാറ് ശരിക്കും പറഞ്ഞാൽ, കുറച്ച് ഇങ്ങനത്തെ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കാണുമ്പോഴും. കാരണം എന്താ വെച്ചാൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി ഒരു നോഷൻ ഉണ്ട് ദാറ്റ് അവർ ശരിയായിരിക്കും, നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ തെറ്റാണ്, അവരൊന്നും ശരിയല്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇൻഫാക്ട് ഇത്ര നാളായി ഹ്യൂമൻസ് എക്സിസ്റ്റ് ചെയ്യണം, ഇത്ര നാളായി റിലീജിയൻസ് എക്സിസ്റ്റ് ചെയ്യണം, ഇപ്പോഴും ഇതുവരെ ആൾക്കാർക്ക് മനസ്സിലായില്ലേ ദാറ്റ് ഇതൊക്കെ നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ഈ ഫെയ്ത്ത് എന്നൊക്കെ പറയണത് നമ്മുടെ ഡെയിലി ഒരു ടാസ്കും ഒരു സ്ട്രെസ്സും അങ്ങനെയൊക്കെ ഓരോന്നുണ്ടാകുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഷോൾഡർ പോലെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ അത് വേണ്ട എന്ന് ചൂസ് ചെയ്യുന്ന ആൾക്കാർ മാജിക്കലി അവർ റോങ് ആവും പെട്ടെന്ന്. തെറ്റായിരിക്കും, അവനല്ലേ അവനങ്ങനെ ചെയ്യൂ എന്നൊക്കെ വരുന്നൊരു സംഭവം വരുമ്പോൾ. ആൻഡ് ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര തുട്ടി സ്വഭാവം കാണിക്കണതും, എന്നാൽ ഒട്ടും റിലീജിയസ് അല്ലാത്ത ആൾക്കാർ വലിയ കുഴപ്പമില്ലാത്ത സ്വഭാവം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഇത് കറക്റ്റ് ഇത് തെറ്റ് അങ്ങനെയല്ല, ഇതൊക്കെ ഗ്രേ ആണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ളതൊന്നെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യണ്ട, ഇത്രേ ഉള്ളൂ. ഇതിൽ എന്താ പറയുക, ഭയങ്കര ഓവറായിട്ട് ഇതിനെ ചിന്തിച്ച് എന്താ പറയുക, ഇതിനെ അത്രയും ഡീപ്പായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ റിലീജിയൻ എന്ന് പറഞ്ഞ സംഭവത്തിന്. ലൈക്ക് നമ്മൾ ഒരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാർ അതേ വന്ന് എന്ന് പറയാണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോഴേക്കും ഓക്കെ ഹായ് എന്തൊക്കെ ഉണ്ട്, ആ ഒരു രീതിയിൽ നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആദ്യം നിങ്ങൾ ഹ്യൂമൻസിനെ ഹാപ്പിയാക്ക്, എന്നിട്ടല്ല പിന്നെ നിങ്ങൾ ഈ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഗോഡ്സിനെ ഹാപ്പിയാക്കി സ്വർഗ്ഗത്തിൽ പോയി ജീവിച്ച് അവിടെ നല്ല ഇതായിട്ട് ജീവിക്കാൻ പോണത്. ഇനി അവിടെ പോയിട്ടല്ലേ, ആദ്യം ഇവിടെ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം.